കേരളത്തിലെ പോലീസിനെ കുറിച്ചാണ് ഒരു വീട്ടമ്മ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അത് ആരോപണം മാത്രമല്ല, പരാതി എന്ന രേഖയുമായിട്ടുണ്ട്. പരാതിയിൽ ഒരു FIR പോലുമിടാത്ത പോലീസിനെ എങ്ങനെ വിശ്വസിക്കാനാണ്? ഈ വീട്ടമ്മയ്ക്ക് മുൻപ് പോലീസിലെ ഉന്നതർക്കെതിരെ ആരോപണമുയർത്തിയത് നിലമ്പൂരിൽ നിന്നുള്ള ഇടതുപക്ഷ MLA ആണ്. അതും പരാതിയായി സർക്കാരിനും പാർട്ടിക്കും മുന്നിലുണ്ട്. സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. പാർട്ടിയോ? അതും സർക്കാർ പരിശോധിക്കട്ടെ എന്നതിൽ തീർന്നോ നൈതികത? പരാതി എഴുതി നൽകുമെന്ന് അൻവർ ഇപ്പോൾ പറയുന്നു. എഴുതി നൽകിയില്ല എങ്കിൽ ഒരു MLA പറഞ്ഞതെല്ലാം പതിരായി പോകുമോ? പൊതുജനങ്ങളിലെ ഭരിക്കുന്നവരെ കുറിച്ചാണ് ഈ പരാതികളെല്ലാം. എല്ലാ ചോദ്യങ്ങളും അവസാനിക്കുന്നത് ആഭ്യന്തര വകുപ്പിലാണ്. എല്ലാം ആഭ്യന്തരവും. കോൺഗ്രസ് പ്രതിനിധി രാജു പി നായർ, ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, രാഷ്ട്രീയ നിരീക്ഷകൻ KC ഉമേഷ് ബാബു, വിവരാവകാശ പ്രവർത്തകൻ KM ബഷീർ, യൂത്ത് ലീഗ് നേതാവ് PK നവാസ് എന്നിവരാണ്. ആദ്യം ശ്രീ രാജു പി നായർ, സമയം വൈകി എന്നറിയാം. നമുക്കറിയാം ഈ വിഷയമൊക്കെ ഉന്നയിച്ച ഈ വാർത്താസമ്മേളനത്തിലൂടെ വിശദീകരിച്ച PV അൻവർ സംസാരിക്കുന്നതുകൊണ്ടാണ് സമയം വൈകിയത്. ഇന്നുണ്ടായ സംഭവവികാസങ്ങൾ, പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ് കോൺഗ്രസ് അതിനെ കാണുന്നത്? ഇപ്പോ പുതുതായിട്ട് വന്ന ഇന്ന് സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞിട്ട് ശ്രീ MV ഗോവിന്ദൻ പറഞ്ഞത് അൻവറിന്റെ പരാതിയിൽ ഈ P ശശിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മലയാളികളെ മണ്ടന്മാരാക്കുന്നത് നോക്കൂ. PV അൻവറും പറയുന്നു പറഞ്ഞിട്ടില്ല എന്ന്. ഞാൻ ചോദിക്കട്ടെ, എന്തിനായിരുന്നു പിന്നെ പാർട്ടിക്ക് പരാതി കൊടുത്തത്? PV അൻവർ ഉദ്യോഗസ്ഥ തലത്തിലുള്ള കുറെ സംഭവങ്ങളെ കുറിച്ചാണ് പരാതി ഉന്നയിച്ചതെങ്കിൽ അത് സർക്കാർ നോക്കേണ്ട കാര്യമുള്ളൂ. പിണറായി വിജയൻ മുഖ്യമന്ത്രി നോക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. എന്തിനായിരുന്നു MV ഗോവിന്ദന് പരാതി കൊടുത്തത്? പാർട്ടി നടപടിയെടുക്കേണ്ട ഇതിനകത്തുണ്ടായിരുന്ന ഈ ആരോപണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അജിത് കുമാർ ചെയ്യുന്നത് മുഴുവൻ P ശശിക്ക് അറിയാമെന്നായിരുന്നു. P ശശിയോട് താൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ P ശശി നിശബ്ദത പാലിച്ചു. എന്ന് വെച്ചാൽ P ശശി കൂടി അതിനകത്ത് കംപ്ലൈസന്റ് ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് ആരോപണം. പാർട്ടിക്ക് അന്വേഷിക്കാനുള്ള PV അൻവറിന്റെ ആരോപണത്തിലെ ഒരേ ഒരു പാർട്ടി ബന്ധം അതല്ലേ? അപ്പൊ അത് പാർട്ടിക്ക് എഴുതി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ PV അൻവറും മറ്റു ചിലരും കൂടി നാട്ടുകാരെ മുഴുവൻ കബളിപ്പിക്കുകയാണ്. PV അൻവർ എങ്ങനെയാണ് PV അൻവറിന് ഇത്രമാത്രം ശക്തി കിട്ടുന്നത്? അത് മുഖ്യമന്ത്രിയുടെ അനുഗ്രഹാശിസുകളോടെ മാത്രമാണ്. ഇതിനകത്തുള്ള രാഷ്ട്രീയ നീക്കം എന്താണെന്നുള്ളത് മാത്രമാണ് നമുക്ക് അറിയേണ്ടത്. രാജു പി നായർ, ഇപ്പോൾ SP സുജിത്ദാസിനെതിരെ താൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയ ശബ്ദരേഖ പുറത്തുവിട്ടതിന് 3-ാം ദിവസം സസ്പെൻഷനിലായല്ലോ, കാത്തിരിക്കൂ എന്ന് പറയുന്നു. ഇന്നത്തെ വാർത്താ സമ്മേളനം വിശദമായി ഈ പോലീസ് സംവിധാനം എങ്ങനെയാണ് മലപ്പുറത്ത് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് സ്വർണ്ണക്കടത്ത് നടത്തുന്നത്, അതിൽ നിന്നും കോടികൾ അവരെങ്ങനെയാണ് കൈവശം നേടുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. അതോടൊപ്പമാണ് ഈ പൊന്നാനിയിലെ കേസും പറഞ്ഞത്. ഒരു സ്ത്രീ ഒരു പരാതി പോലീസിനെതിരെ നൽകിയാൽ, ആ സ്ത്രീയുടെ ചരിത്രം പരിശോധിക്കുന്നതിന് മുമ്പ് ഒരു പരാതി നൽകിയാൽ അതിൽ FIR ഇടുക എന്നൊരു ആദ്യ നടപടിയുണ്ട്. അതുണ്ടായിട്ടില്ല. ആ പോലീസ് സംവിധാനം ആ പോലീസുകാരന് വേണ്ടി ഒരു അന്വേഷണം നടത്തിയെന്ന് ആ പോലീസുകാരൻ തന്നെ പറയുകയാണ്. ആരോപണ വിധേയനായ CI തന്നെ പറയുന്നു, അന്വേഷണം നടത്തിയിട്ടുണ്ട്, അന്വേഷണത്തിൽ ക്ലീൻ ചിറ്റ് ലഭിച്ചുവെന്ന്. അപ്പോൾ അന്വേഷണത്തിന് തെളിവുകൾ എവിടെ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ബാക്കിയെല്ലാം മാറ്റിവെക്കാം. ഒരു FIR ഇടുക എന്നത് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യമല്ല. തീർച്ചയായിട്ടും ഞാൻ പറയുന്നത്, ഏതൊരു സ്ത്രീ ലൈംഗികാതിക്രമത്തെ സംബന്ധിച്ചൊരു പരാതി കൊടുത്താൽ അതിനകത്ത് ആ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ തന്നെ അത് FIR. അതാണല്ലോ നമ്മൾ ഹേമ കമ്മിറ്റിയിൽ മുഴുവൻ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നത്. അതാണല്ലോ, ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ FIR രജിസ്റ്റർ ചെയ്യണം. ഈ സ്ത്രീ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ FIR ഇടണം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഇന്ന് വന്ന ഇതിനകത്തുള്ള പ്രതികരണങ്ങൾ നോക്കൂ. CA പറയാണ് ഹണി ട്രാപ്പിൽ ബന്ധപ്പെട്ടിട്ടുള്ളവരാണ്. അതിനോടൊപ്പം തന്നെ ഈ സ്ത്രീ പറയുന്നു, ഞാൻ PV അൻവർ MLA ഞാൻ ബന്ധപ്പെട്ടിരുന്നു എന്ന് പറയുന്നു. അല്ല, സമയം നോക്കണം ശ്രീ രാജു പി നായർ. ഒന്ന് ഇടപെട്ടോട്ടെ. ഇന്നിപ്പോൾ PV അൻവർ MLA ഇന്ന് പറയുന്നു, ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറയുന്നത് അതാണ്. ഞാൻ ഈ സ്ത്രീ സംസാരിക്കുന്നത് പാർട്ടി സഖാക്കളുടെ ഓഫീസിൽ വെച്ചാണ്. അവിടെ വനിതാ നേതാക്കളുണ്ട്, മഹിളാ അസോസിയേഷന്റെ നേതാക്കളടക്കം ഇരിക്കുന്നിടത്ത് വെച്ചാണ് ഞങ്ങൾക്ക് ഈ അഭിമുഖം നൽകുന്നത്. അപ്പോൾ PV അൻവറെ ഈ സ്ത്രീ ബന്ധപ്പെടുന്നത് എപ്പോഴാണ്? സുജിത്ദാസ് അടക്കമുള്ളവർക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തിയ ഘട്ടത്തിലാണ്. ഇവിടെ നിന്നൊരു നീതി കിട്ടിയേക്കാം. ഇങ്ങനെ പറഞ്ഞാൽ, ഈ ഘട്ടത്തിൽ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അവർ പോയി കാണുന്നു എന്നുള്ളതാണ്. ഈ സീക്വൻസ് മാറിപ്പോവരുത്. അല്ല, അതായിക്കോട്ടെ. ഞാൻ ചോദിക്കുന്നത്, പോലീസ് ഇത് ഹണി ട്രാപ്പ് ആണെന്ന് പറയുകയാണെങ്കിൽ PV അൻവർ MLA ചേർന്ന് ഈ സ്ത്രീ ഹണി ട്രാപ്പ് നടത്തുകയാണോ?
അതാണോ ഇതിന്റെ അർത്ഥം? ഇതിനകത്ത് സ്മൃതി ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഒട്ടേറെ ആരോപണങ്ങൾ, അത് ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് ഒട്ടേറെ ആരോപണങ്ങൾ വരുന്നു. ഈ ആരോപണങ്ങളുടെ പെരുമഴ കൊണ്ട് ഇതെവിടെയാണ് എന്താണെന്ന് പോലും അറിയാൻ പാടില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവാണ്. പക്ഷേ കേരളത്തിൽ ഒരു സർക്കാരുണ്ട്. ഞാൻ ലോകത്തെ മുഴുവൻ ക്ഷണിക്കുകയാണ്. നമ്മളൊക്കെ പലപ്പോഴും ചർച്ചകളിലും അല്ലെങ്കിൽ പ്രസംഗങ്ങളിലൊക്കെ പറയുന്ന ബനാന റിപ്പബ്ലിക് എന്താണെന്ന് അറിയണമെങ്കിൽ ഞാൻ ലോകത്തെ മുഴുവൻ കേരളത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എന്ത് ചെയ്യുകയാണ് ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്ന ഒരു പുങ്കവൻ അവിടെ ഇരുന്നുകൊണ്ട്? മുഖ്യമന്ത്രി അണ്ണാക്കിൽ പിരിവെട്ടിയ പോലെ ഇരിക്കുകയല്ലേ? ഞാൻ പറയുന്ന വാക്ക് സത്യം പറഞ്ഞാൽ അല്പം കടന്നതാണ്. പക്ഷെ മുഖ്യമന്ത്രി ഒരക്ഷരം മിണ്ടുന്നില്ല. ഈ സുജിത് ദാസ് എന്ന് പറയും, അൻവറിന്റെ ആദ്യത്തെ ഇര ആരായിരുന്നു? ഒന്ന് നോക്കൂ അൻവറിന്റെ പ്രിവിലേജ്. അൻവർ ആദ്യം ആരോടാണ് സമരം തുടങ്ങിയത്? ഷാജൻ സ്കറിയയോടാണ് സമരം തുടങ്ങുന്നത്. ഷാജൻ സ്കറിയയിൽ നിന്ന് 2 കോടി കൈപ്പറ്റി ADGP. എന്താണ് അദ്ദേഹത്തിന്റെ പ്രശ്നം? അദ്ദേഹം എപ്പോഴും പറയുന്നത് ഷാജൻ സ്കറിയ നിന്നെ ഞാൻ വിടില്ല എന്നുള്ളതാണ് പറയുന്നത്. ആ ഷാജൻ സ്കറിയയുടെ അന്വേഷണം മുതൽ ഇങ്ങോട്ട് അൻവർ പറയുന്നതിനപ്പുറം കേരളത്തിൽ ഒന്നും നടന്നിട്ടില്ല. അങ്ങനെ അൻവർ പറയുന്നത് നടക്കണമെങ്കിൽ പിണറായി വിജയൻ ബ്ലൂ ഐഡ് ബോയ് ആണ് അൻവർ, ഇല്ലേ? അങ്ങനെ അൻവർ പറയുന്ന കാര്യങ്ങൾ മാത്രം ചെസ്റ്റ് നമ്പർ ഇട്ട് പറയുമ്പോൾ, ചെസ്റ്റ് നമ്പർ ഇട്ട ആളെ വെച്ച് അതിനനുസരിച്ച് പോലീസ് നടപടിയെടുക്കുമ്പോൾ, പോലീസ് നടപടിയെടുക്കുന്നതിന് മുൻപേ അൻവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ ഇതെല്ലാം പിണറായി വിജയന്റെ പെറ്റാണ് അൻവർ എന്നുള്ള കാര്യത്തിൽ ആർക്കാ സംശയം? അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മുഖ്യമന്ത്രിയുടെ നിശബ്ദത ദുരൂഹമാവുന്നതും അവിടെ തന്നെയാണ്. ഇനി നോക്കൂ, സുജിത് ദാസിനെതിരെ സസ്പെൻഷൻ എടുത്തു. സസ്പെൻഷൻ ഉണ്ട്. എന്താ സുജിത് ദാസിന്റെ എന്തുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത്? ADGP അജിത് കുമാറിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ അല്ലെ? ആ ADGP അജിത് കുമാറിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അവിടെ നിൽക്കുമ്പോ ADGP കണക്കുണ്ടോ? ലോ ആൻഡ് ഓർഡർ ഉത്തരവാദിത്വം പോലും ഒഴിയാൻ ADGPയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ടോ? സസ്പെൻഷൻ ശരി നിൽക്കട്ടെ, അന്വേഷണം വരട്ടെ, അല്ലെങ്കിൽ IPSന്റെ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ട് നിൽക്കട്ടെ. ADGP ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റാൻ പറ്റില്ലേ? അയാളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പൊതുസമൂഹം പോലും ആ അന്വേഷണത്തെ പോലും സംശയത്തോടെ കാണുമ്പോഴും മുഖ്യമന്ത്രി എങ്ങനെ ADGP ആ സ്ഥാനത്ത് വരെ നിലനിർത്തുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? അപ്പൊ ഇതെന്താണ് രാഷ്ട്രീയ കളി എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. മുഖ്യമന്ത്രി ഒരേ സമയം PV അൻവർ പറയുന്ന കാര്യങ്ങൾ മാത്രം നടത്തുകയും അതേസമയം ആ ADGPയെ തന്റെ ചിറകിനുള്ളിലേക്ക് അങ്ങനെ കൊലപാതകിയായ സ്വർണം പൊട്ടിക്കൽ കേസിലെ പ്രതിയെ സഹായം ചെയ്യുന്ന, സ്വർണം കള്ളക്കടത്ത് നടത്തുന്ന, ആളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു ദാവൂദ് ഇബ്രാഹിമിനെ തന്റെ ചിറകിനടിയിലേക്ക് പിണറായി സംരക്ഷിക്കുകയല്ലേ? ഇല്ലേ? എന്നിട്ട് PV അൻവർ ഇതിനകത്ത് P ശശിയെ കൊണ്ടുവന്നു. പക്ഷെ പാർട്ടി കൊടുക്കുന്ന പരാതിയിൽ P ശശിയുടെ പേരില്ല. അപ്പൊ ഇതിൽ എന്തൊക്കെയോ ഈ ആരോപണങ്ങളും അതിനപ്പുറത്തുള്ളതിലും സംസ്ഥാന സമ്മേളനം നടക്കുക അല്ലെങ്കിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയമായ പിണറായിയുടെ ദുഷ്ടലാക്കുണ്ട്. ഒരു ചർച്ചയ്ക്ക് ഇട്ടുകൊടുക്കുന്നു P ശശി എന്ന വിഷയം. പക്ഷേ ഇന്നിപ്പോൾ അൻവർ അവസാന ഘട്ടത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് P ശശിയുമായി ബന്ധപ്പെട്ടുള്ള പരാതിയും എഴുതി നൽകും, ചില കാര്യങ്ങൾ കൂടി കിട്ടാനുണ്ട്, അതിനുശേഷം എഴുതി നൽകുമെന്നാണ് ഇപ്പോൾ അൻവർ പറയുന്നത്. എന്റെ ആ ആദ്യത്തെ പരാതി ഇപ്പൊ ശശിന്ന് എഴുതാനല്ല പുള്ളിക്ക് അറിയില്ലായിരുന്നോ? ശശിന്ന് എഴുതുന്ന പേര് എങ്ങനെ എഴുതേണ്ടതെന്ന് പുള്ളിക്ക് അറിയില്ലായിരുന്നോ? ആരെങ്കിലും ചോദിച്ചു മനസ്സിലാക്കാമായിരുന്നല്ലോ. അല്ല, നേരിട്ടുള്ള ഇടപെടൽ വ്യക്തമാക്കുന്ന തെളിവുകൾ അദ്ദേഹത്തിന് ഇനിയും കിട്ടാനുണ്ടത്രേ. അങ്ങനെയാണെങ്കിൽ പിന്നെ പൊതുസമൂഹത്തിനോട് എന്തിനാ പറഞ്ഞത്? അങ്ങനെ വ്യക്തമായ പേര് ഞാൻ പറയുന്നത് വാദത്തിന് വേണ്ടി P ശശി പരിശുദ്ധനാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ P അൻവർ P ശശിയുടെ പേരെടുത്തുകൊണ്ട് പാർട്ടിയെ മുഴുവൻ പ്രതിരോധത്തിലാക്കി, മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കി ആ P ശശിയുടെ പേര് ഉന്നയിക്കുമോ? അതാണ് അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ ഇതിനെ എങ്ങനെയാണ് വിശദീകരിക്കുക? ഇപ്പോൾ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച. സ്മൃതി 15 സെക്കൻഡ്. അങ്ങനെ P ശശിയെ സംബന്ധിച്ച് വ്യക്തമായ തെളിവുകൾ ഇല്ലാതെയാണ് അൻവർ ആരോപണം ഉന്നയിച്ചെങ്കിൽ പിണറായി വിജയനെ കണ്ടപ്പോ അൻവർ എന്താ പറഞ്ഞത്? എന്തു പറഞ്ഞു ശശിയെ കുറിച്ച്? അന്വേഷിക്കണ്ടേ? എന്തുകൊണ്ട് പിണറായി വിജയനോട് ശശിയെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല? അന്വേഷിക്കണ്ടേ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ADGPക്കെതിരെ നടക്കുന്ന അന്വേഷണം സംബന്ധിച്ച് ഈ ഗോവിന്ദനെ കണ്ടതിനു ശേഷം ഈ ഹെഡ് മാസ്റ്ററിന്റെയും അവിടുത്തെ അധ്യാപകന്റെയൊക്കെ ഈ എന്താ പറയാ ഈ അന്വേഷണത്തിന് പറഞ്ഞല്ലോ. പിണറായി വിജയനെ കണ്ടപ്പോ അൻവർ ചോദിച്ചില്ലേ, സഖാവേ ഞാൻ പറഞ്ഞ പരാതിയിൽ ADGP അവിടെ ഇരിക്കുന്നു, അവിടെ ഇരുന്ന് അതിന് താഴത്തുള്ള SP യെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നത് മര്യാദകേടാണ് എന്ന് പിണറായി വിജയനോട് പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ.
അതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നപ്പോ എന്താ പറഞ്ഞത്? സഖാവ് എന്ന രീതിയിൽ എന്റെ ഉത്തരവാദിത്വം തീർന്നു. ആരെയാണ് സ്മൃതി പറ്റിക്കുന്നത്? ശരി, നമുക്ക് നോക്കാം. എല്ലാ ദിവസവും പൊതുജനത്തോടാണല്ലോ അദ്ദേഹം സംവദിക്കുന്നത്. നമുക്ക് നോക്കാം. ശ്രീ രാജു പി നായർ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇവിടെ വരെ എന്ന് നോക്കേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, മുഖ്യമന്ത്രിയുമുള്ള കൂടിക്കാഴ്ച 45 മിനിറ്റ്. ശരി, അതെ, അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച 45 മിനിറ്റ്. അതിൽ 25 മിനിറ്റും സംസാരിച്ചത് പി ശശിയെ കുറിച്ചാണെന്ന് പറയുന്നു. പക്ഷേ എഴുതി നൽകിയതിൽ പി ശശിയില്ല. താൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത അതേ പരാതിയാണ് പാർട്ടി സെക്രട്ടറിക്കും കൈമാറിയെന്ന് പറയുന്നു. അപ്പോൾ പി ശശിയുടെ പേരില്ല എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത് ശരിയാണ് എന്നാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ PV അൻവർ പറയുന്നത്. ഇപ്പോൾ മലപ്പുറത്തുനിന്ന് ഉയരുന്ന ബലാത്സംഗം നടത്തുന്നു പോലീസ് ഉദ്യോഗസ്ഥർ എന്ന ആരോപണത്തിലടക്കം അവസാനം ആ ചോദ്യം ചെന്ന് നിൽക്കുന്നത് ആരാണ്? ഇവരുടെ സംരക്ഷകനായി നിൽക്കുന്നത് ആരാണ്? പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന പേരിലേക്കാണ് എത്തുന്നത്. അവിടെ ആ പേര് എഴുതി നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ? സ്മൃതി ആദ്യം പറഞ്ഞ കാര്യം തന്നെ പറയാം. പുതിയതായിട്ടൊന്ന് 2 ഡെവലപ്മെൻറ്റ്സ് വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്മൃതി ഈ പരിപാടി തുടങ്ങിയത്. ഒന്ന്, PV അൻവർ പറഞ്ഞ പത്രസമ്മേളനവും 2 ഒരു സ്ത്രീ പറഞ്ഞ കാര്യവും. ഇത് രണ്ടും പുതിയ കാര്യങ്ങളല്ല. PV അൻവർ നേരത്തെ പറഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ അതിനേക്കാൾ അല്പം കൂടെ ഭയപ്പെടുത്തിയാണ് ഇന്ന് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിൻ്റെ ഭാഷയും എല്ലാം കുറേയധികം മാറിയിരിക്കുന്നു. എന്താണ് അതിൻ്റെ കാരണമെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ആ സ്ത്രീ പറഞ്ഞ പരാതി, ആ പരാതിയും അവർ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്ന പരാതിയാണ്. അപ്പോൾ ഇത് രണ്ടും പുതിയ കാര്യങ്ങളല്ല. അപ്പോൾ അതിനകത്ത് FIR ഇടേണ്ടതാണ്. കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ FIR ഇട്ട് 24 മണിക്കൂറിനകം ആ FIR കോടതി നൽകുകയും പിന്നീട് അന്വേഷണ പുരോഗതി കാണിക്കണമെന്ന് സുപ്രീം കോടതി ഡയറക്ഷൻ തന്നെയുണ്ട്. അത് ഇട്ടിട്ടില്ലെങ്കിൽ അക്ഷന്തവ്യമായ തെറ്റ് തന്നെയാണ് ഒരു പരാതിയുടെ പുറത്ത്. ഏത് പരാതിയായിരുന്നാലും, അത് ബലാത്സംഗം എന്നല്ല, ഏത് പരാതി കംപ്ലയിൻറ്റ് കിട്ടിയാലും FIR ഇടണമെന്നാണ് നമ്മുടെ നിയമവ്യവസ്ഥയിൽ പറയുന്നത്. അത് ചെയ്തിട്ടില്ലെങ്കിൽ അത് തെറ്റാണ്. പിന്നെ ശ്രീ രാജു പി നായർ പറഞ്ഞ ചില കാര്യങ്ങൾ, ഇവിടെ PV അൻവറിൻ്റെ ഒരു പത്രപ്രസ്താവനയിലും പരസ്യ പ്രസ്താവനകളിലും അദ്ദേഹം പ്രത്യക്ഷത്തിൽ പി ശശിക്ക് ഈ സംഭവങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇൻഡയറക്റ്റായിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ADGP നടത്തുന്ന ചില ഇൻവോൾവ്മെൻറ്റുകൾ, ADGP ചില പോലീസ് ഉദ്യോഗസ്ഥർ സഹായിക്കുന്നു, സുജിത് ദാസ് സഹായിക്കുന്നു എന്നാണ് അദ്ദേഹം ആദ്യം മുതൽ പറയുന്നത്. ഇന്നത്തെ പത്രവാർത്തയിൽ അദ്ദേഹം പറഞ്ഞ എന്താ, 100 ചില്ലുവാനം സ്വർണ്ണക്കടത്ത് കേസുകൾ, അതുമായി ബന്ധപ്പെട്ട് കിടന്ന ചില കൊലപാതക കേസുകൾ, അതുമായി മലപ്പുറത്തും കോഴിക്കോടുമൊക്കെ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകൾ, ഈ കേസുകളൊക്കെ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തന്നെയാണ് കള്ളക്കേസുകൾ. അത് തന്നെ, അത് നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളുടെ സ്മൃതിയാണ്. ഒരു മാറ്റവുമില്ലാതെ PV അൻവർ അതേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം എനിക്കും അറിയാം, നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹം ആരെയോ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വരുന്ന ദിവസങ്ങൾ നമുക്കറിയാം. പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം തന്നെ അദ്ദേഹം എൻ്റെ കയ്യിൽ രേഖകളുണ്ട് എന്ന് പറയുന്നതല്ലാതെ ഇന്നും അദ്ദേഹം എന്താണ്, ഞങ്ങളുടെ MLA തന്നെയാണ്. ഒരുപക്ഷെ ഗോവിന്ദമാഷും പറഞ്ഞല്ലേ, എന്തിനാണ് പിണറായി വിജയൻ അദ്ദേഹത്തെ കൂടെ നിർത്തുന്നത്? അദ്ദേഹത്തെ കൂടെ നിർത്തുകയല്ല, ഇടതുപക്ഷ സഹയാത്രികരാണ്, ഇടതുപക്ഷത്തിൻ്റെ ബാനറിൽ നിന്ന് ജയിച്ചു വന്ന ഒരു MLA ആണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും മുഖവിലേക്ക് എടുക്കണം. ആ മുഖവിലേക്ക് എടുത്തത് കൊണ്ട് തന്നെയാണ് ആദ്യമായിട്ട് തന്നെ മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിക്കുകയും സുജിത് സസ്പെൻഡ് ചെയ്തു. അത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മാത്രം വെച്ചല്ല, സുജിത് എതിരെ നിരവധി ആരോപണങ്ങളും അന്വേഷണ റിപ്പോർട്ട് അജിതാഭികം നൽകിയ റിപ്പോർട്ടും ഒക്കെ ഉണ്ട്. ആ റിപ്പോർട്ടെല്ലാം വെച്ചുകൊണ്ട് സുജിത് സസ്പെൻഡ് ചെയ്തു. അടുത്ത നടപടികളുണ്ടാകും. പിന്നെ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അഡീഷണൽ DGP ആയിട്ടിരിക്കുന്ന അദ്ദേഹം ഇപ്പോഴും ലാ ആൻഡ് ഓർഡറിൻ്റെ ഭാഗത്തിരിക്കുന്നു. ഇന്ന് DGP തന്നെ പറഞ്ഞു കാണും, ഒരുപക്ഷെ നിങ്ങളെ ശ്രദ്ധിച്ചു കാണും, ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ നേരിട്ട് DGPയുമായി റിപ്പോർട്ട് ചെയ്യണം. നേരത്തെ അങ്ങനല്ലായിരുന്നു, അഡീഷണൽ DGPയുടെ താഴെയായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് ചെയ്യണം. എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട, DGPക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ സംഭവങ്ങളൊന്നും ഈ 3 ദിവസമായിട്ട് നമ്മൾ കേരളത്തിൽ ഇങ്ങനെ വളരെ കൂടുതലായിട്ട് നിൽക്കുന്ന പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഒരു MLA തന്നെ കൊണ്ടുവന്ന കാര്യങ്ങൾ, അതിനോടനുബന്ധിച്ച് VD സതീശൻ പറഞ്ഞ കാര്യങ്ങൾ. VD സതീശൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ സ്മൃതി അത് ഇന്റർവ്യൂവിൽ എടുത്തില്ല. VD സതീശൻ പറഞ്ഞ 2022 മുഖ്യമന്ത്രിക്ക് വേണ്ടി RSSൻ്റെ ഒരു നേതാവുമായിട്ട് ADGP ചർച്ച ചെയ്തു എന്ന് പറഞ്ഞു.
ഈ 16 മാസം കഴിഞ്ഞു അദ്ദേഹം അത് പറഞ്ഞിട്ട്. ഈ 16 മാസത്തിനിടെയായിട്ട് എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഈ കാര്യങ്ങൾ ഇതുവരെ പുറത്തു കൊണ്ടുവന്നില്ല? അതിന് അവിടുത്തെ ഈശ്വരൻ എന്ന് പറയുന്ന RSSന്റെ ഉത്തരമേഖലാ നേതാവ് അത് നിഷേധിച്ചിട്ടുമുണ്ട്. അത് നിഷേധിച്ചപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞ എന്താ, ആര് നിഷേധിക്കുന്നുവോ ഞങ്ങൾ രേഖകൾ പുറത്തുവിടും എന്ന് VD സതീശൻ പറഞ്ഞു. ശ്രീ രാജു പി നായർക്കും അറിയാം. എന്തേ രേഖകൾ പുറത്തുവിടാത്തത്? പിന്നെ ഒഫീഷ്യൽ റെക്കോർഡുകളില്ലയോ എന്ന്. ഞാനും 5-6 വർഷം ഈ ഹൊസബളയുമായുള്ള ADGPയുടെ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ അന്വേഷിക്കേണ്ടത് പ്രതിപക്ഷ നേതാവാണ്, അതിന് തെളിവ് കൊണ്ടുവരേണ്ടത് പ്രതിപക്ഷ നേതാവാണ് എന്ന രൂപത്തിലാണോ താങ്കൾ പറയുന്നത്? ADGP ആ തരത്തിൽ RSS ജനറൽ സെക്രട്ടറിയെ പോയി കാണുന്നുണ്ടെങ്കിൽ അത് ഈ സർക്കാർ അന്വേഷിക്കില്ലേ? സർക്കാർ അന്വേഷിക്കേണ്ടതല്ലേ? അല്ല, ഞാൻ പറഞ്ഞ അതല്ല സ്മൃതി. VD സതീശൻ പറഞ്ഞത് ആരെങ്കിലും ഇത് നിഷേധിച്ചാൽ, അദ്ദേഹത്തിന്റെ വാചകങ്ങൾ നിങ്ങളുടെ ലൈബ്രറി കാണുമല്ലോ, ആരെങ്കിലും നിഷേധിച്ചാൽ ഞാൻ തെളിവുകൾ ഹാജരാം എന്ന് പറഞ്ഞു. അത് നിഷേധിച്ചു. RSSന്റെ നേതാവ് ഈശ്വരൻ എന്ന ഉത്തരമേഖലാ നേതാവ് നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു. എന്തേ VD സതീശൻ തെളിവ് കൊണ്ടിരുന്നില്ല? തെളിവ് കൊണ്ടുവരട്ടെ. ഞാൻ ചോദിക്കുന്നത് സർക്കാർ അന്വേഷിക്കണമോ വേണ്ടയോ? താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇടത് സർക്കാരിന്റെ ADGP RSSന്റെ ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയത് സർക്കാർ പരിശോധിക്കണമോ വേണ്ടയോ? ഒരു ADGP ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, ഒരു സാംസ്കാരിക സംഘടനയുടെ, ഒരു മതസംഘടനയുടെ നേതാവുമായിട്ട് ചർച്ച നടത്തുന്നതെല്ലാം ഒരു ഗവൺമെന്റ് അന്വേഷിക്കേണ്ട കാര്യമില്ല. അവർ പക്ഷേ നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു വ്യക്തിബന്ധമായിക്കൂടെ? അവർ വ്യക്തിപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൂടെ? അത് മുഖ്യമന്ത്രി സംരക്ഷിക്കാൻ വേണ്ടിയാണ്. നമുക്ക് എങ്ങനെ നിഗമനത്തിലെത്താൻ കഴിയും? തൊട്ടടുത്ത ദിവസങ്ങളിൽ നടത്തിയ കൂടിക്കാഴ്ച എന്നതാണ് ആരോപണം. തീർച്ചയായിട്ടും ആയിക്കോട്ടെ. ആ ചർച്ചയിൽ മുഖ്യമന്ത്രിയെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് എന്ത് നിഗമനത്തിലെത്താൻ പറ്റും? അത് വെറുതെ ഒരു നിഗമനങ്ങൾ മാത്രമല്ല. അങ്ങനെ ആർക്കെങ്കിലും പറയാൻ പറ്റും? സർക്കാർ അന്വേഷിക്കണമോ വേണ്ടയോ? നടത്തിയിട്ടുണ്ടെങ്കിൽ അത് കുറ്റപരമായ കാഴ്ചയാണെങ്കിൽ അന്വേഷിക്കണം. ADGP ആരെല്ലായിട്ട് ചർച്ച നടത്താം. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ പോയി കണ്ടുകൂടെ? BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രന് സുഹൃത്ത് ബന്ധം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പോയി കണ്ടാൽ അതെങ്ങനെ അന്വേഷിക്കണം? BJPയുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഇത് കേന്ദ്രമന്ത്രിയായിരിക്കുന്ന സുരേഷ് ഗോപി എന്നാണോ കൂടിക്കാഴ്ചയിൽ? തീർച്ചയായും. ഇപ്പോൾ RSSുമായി ബന്ധപ്പെട്ട് ഇന്ന് MP ഗോവിന്ദൻ എന്താണ് ഇത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്? അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, RSSുമായി ഒരു ബന്ധവും CPMന് വേണ്ട. എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? അവിടെ കണ്ണൂരിൽ സഖാക്കൾ കൊല ചെയ്യപ്പെട്ടതിന്റെ കണക്കും പേര് വിവരങ്ങൾ അടക്കമല്ലേ അദ്ദേഹം വിശദീകരിച്ചത്? അങ്ങനെയുള്ളവരുമായി ഞങ്ങൾക്ക് ബന്ധമോ എന്ന് അദ്ദേഹം രോഷത്തോട് ചോദിക്കുമ്പോൾ, അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഈ സർക്കാരിന്റെ ഭാഗമായി നിന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണോ വേണ്ടയോ? ഗോവിന്ദൻ മാഷ് പറഞ്ഞത് RSSും അതുപോലെയുള്ള വർഗീയ പാർട്ടികളും മത തീവ്രവാദ പാർട്ടികളുമായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് യാതൊരു വിധമായ രാഷ്ട്രീയ ബന്ധവും ഉണ്ടാകത്തില്ല എന്നാണ്. വ്യക്തിബന്ധങ്ങൾ ഉണ്ടായിക്കൂടെ? നമുക്കെല്ലാവർക്കും വ്യക്തിബന്ധമില്ല. സ്മൃതിക്ക് എത്രയോ BJPക്കാരുമായിട്ട് ബന്ധം കാണും, മറ്റേ ചിലപ്പോൾ PDPക്കാർ ചിലപ്പോൾ സുഹൃത്തുക്കളാണല്ലോ. അത് വ്യക്തിബന്ധമാണ്, രാഷ്ട്രീയ ബന്ധമല്ല. ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് RSS എന്ന വർഗീയ സംഘടന മറ്റ് മത തീവ്രവാദ സംഘടനകളുമായിട്ട് ഒരിക്കലും ബന്ധമുണ്ടാകില്ല എന്നാണ്. അല്ലാതെ അത് വ്യക്തിബന്ധമല്ല. വ്യക്തിബന്ധവും രാഷ്ട്രീയ ബന്ധവും എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളിൽ മുഖ്യമന്ത്രി അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് 30 ദിവസമാണ് സമയം കൊടുത്തിരിക്കുന്ന അന്വേഷണ ഏജൻസി. ശ്രീ കെ സി ഉമേഷ് ബാബു, അൻവർ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങൾ, അൻവർ പുറത്തുവിടുന്ന വിവരങ്ങൾ, അതിനുശേഷം പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഇന്ന് മലപ്പുറത്തുനിന്ന് വന്ന വിവരങ്ങൾ, ഇതിനെല്ലാം കൂട്ടിയോജിപ്പിച്ച് താങ്കൾ എങ്ങനെയാണ് വായിക്കുന്നത്? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? അല്ല, ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ് ഞാൻ ആദ്യം മുതലേ പറയുന്നത്. ഒന്നും സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല, സംഭവിക്കുന്ന ചില കാര്യങ്ങൾ CPMന്റെ പഴയ തലമുറയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ വളരെ അസ്വസ്ഥരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അൻവർ ഇപ്പൊ ഞാൻ ഈ അൻവറിന്റെ പരമബോറായ പത്രസമ്മേളനം കണ്ടിട്ടുകൂടി ഇരിക്കുകയായിരുന്നു. നേരത്തെ ചർച്ച എന്നുള്ള 8 മണിക്ക് ചർച്ച എന്ന് പറഞ്ഞുകൊണ്ട് പരമബോറല്ലേ ആ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് അദ്ദേഹത്തിന്റെ സ്വരത്തിൽ വന്നിട്ടൊരു വ്യത്യാസം, എല്ലാം പാർട്ടിയെ ന്യായീകരിക്കാനുള്ള ഒരു അമിത വ്യഗ്രതയും കൂടിയുണ്ട്. കാരണം എന്താണെന്നറിയോ, ഇന്ന് സെക്രട്ടേറിയറ്റ് കൂടിയപ്പോ കുറച്ച് ദിവസം മുമ്പ് ഇയാൾ ഈ ആരോപണമായി വന്നപ്പോ ഈ പറയുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു, പറയുന്ന കാര്യങ്ങളൊക്കെ ഗൗരവമാണ്, അന്വേഷിക്കുന്നു. LDFന്റെ കൺവീനർ, ഇപ്പൊ പുതിയ കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു, അൻവർ പറയുന്നതൊക്കെ എല്ലാം അന്വേഷിക്കുമെന്ന് പറഞ്ഞു.
ഇന്നിപ്പോ സെക്രട്ടേറിയറ്റ് ചേർന്നപ്പോ അങ്ങനെയല്ലല്ലോ പറയുന്നത്. അതാണ്, രണ്ടുപേരും പഴയ എക്സൈസ് വകുപ്പ് മന്ത്രിമാരാണ്. പഴയ എക്സൈസ് വകുപ്പിലെ ഈ മന്ത്രിമാർക്ക് എങ്ങനെയാണ് ഇത്ര ബോധം കുറഞ്ഞതെന്ന് ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം നിലപാട് മാറ്റുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. കാരണം PV അൻവർ ഒരു സ്വതന്ത്ര MLA അല്ല, CPM സ്വതന്ത്രമാണ്. കേരളത്തിൽ ഇപ്പോ ഈ പത്തനംതിട്ടയിലൊക്കെ അഡ്വക്കേറ്റ് KK നായർ എന്നൊക്കെ പറയുന്ന പ്രസിദ്ധരായിട്ടുള്ള ചില സ്വതന്ത്ര MLA-മാരുണ്ടായിരുന്നു. അവരൊക്കെ സ്വതന്ത്രരായിരുന്നു. എന്നാൽ PV അൻവർ ഈ പറയുന്ന CPM പാർലമെന്ററി പാർട്ടിയുടെ അംഗമാണ്. അയാള് CPM സ്വതന്ത്രനാണ്, അല്ലാതെ വെറും സ്വതന്ത്രനല്ല. അപ്പൊ CPM സ്വതന്ത്രനായ ഒരു MLA-ക്ക് എങ്ങനെ പാർട്ടിയെയും ഈ പറയുന്ന സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും പ്രതികൂട്ടിൽ നിർത്തുന്ന ഇത്രയും ആരോപണങ്ങൾ ഇത്രയും ദിവസം ഉന്നയിച്ച പാർട്ടി വിരുദ്ധ ഏർപ്പാടിൽ നിന്ന് കൈ പൊള്ളിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് പതുക്കെ പുറത്തു കടക്കാനുള്ള ഒരു വ്യഗ്രതയാണ് ഇന്ന് MV ഗോവിന്ദൻ മാഷ പത്രസമ്മേളനത്തെ രാഷ്ട്രീയമായി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുക. നടന്നത് തെറ്റാണ് എന്നൊരു ചർച്ചയൊന്നും ഉണ്ടായിട്ടുണ്ടാവും. ഈ അൻവറിനെ ഇങ്ങനെ കയറൂരി വിട്ടത് വളരെ അബദ്ധമായി പോയിരുന്നു. അക്കാര്യത്തിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്കും ഈ പറയുന്ന ഇടതുമുന്നണി കൺവീനർക്കും ഉൾപ്പെടെ വലിയ പിശകാണ് പറ്റിയിട്ടുള്ള ചർച്ച ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ശശിക്കെതിരെ അന്വേഷണം ഇല്ലാന്ന് പറഞ്ഞില്ലേ. ശശിക്കെതിരെ PV അൻവർ പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിക്കാൻ കഴിയുമോ? ശശി ആരാ വെച്ചത്? ശശി എന്റെ അറിവിൽ, ശശി എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽ നമ്മുടെ പത്രപ്രവർത്തകർ എത്ര സമാധാനത്തിലാണ് ഈ അൻവറിന്റെ മുമ്പിൽ ഇരുന്നു കൊടുക്കുന്നത് ഈ പറഞ്ഞ കാര്യം തന്നെ കേൾക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ക്ഷമ ഞാൻ സമ്മതിക്കുന്നു കേട്ടോ. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാല് ഈ ശശി ആരാണ്? ശശി CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. അയാളെ ആരാണ് ഈ പറയുന്ന സ്ഥാനത്തേക്ക് നിയോഗിച്ചത്? ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിയോഗിച്ചത് ആ പാർട്ടിയാണ്. അയാളെ ഇപ്പോഴും മാത്രമാണോ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയത്? 96, 2001 കാലത്ത് നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു അയാള്. അപ്പൊ ഇത് വാസ്തവത്തിൽ CPM പോലുള്ള പാർട്ടികൾ കാലങ്ങളായി എടുത്തുകൊണ്ടിരിക്കുന്ന സംഘടനാപരമായ ചില ശൈലികളുണ്ട്. അതിൽ ശരിയാവാം തെറ്റാവാം, അതിനെക്കുറിച്ച് എനിക്കും സ്മൃതിക്കും മറ്റു പലർക്കും വിമർശനം ഉണ്ടാവും. പക്ഷെ ഇതിനെ മുഴുവൻ ഒറ്റയടിക്ക് പൊളിച്ചു കളയാൻ പാകത്തിൽ ഒരൻവറിനും ഇടപെടാൻ കഴിയില്ല എന്നും ഇത് കെട്ടടങ്ങുന്ന ഡേ 1 മുതൽ ഞാൻ പറയുന്നുണ്ട്. ഈ വിവാദം ശ്രീ കെ സുമേഷ് ബാബു അൻവർ സ്വന്തം നിലയ്ക്ക് ചെയ്തതാണോ? അല്ലല്ലോ. ആണല്ലോ. പിന്നെ ആരാ ഉണ്ടാക്കിയത് ഈ വിവാദം? അൻവർ സ്വന്തം നിലയ്ക്ക് ചെയ്തതാണ്. അൻവർ ഈ പറയുന്ന പോലീസ് സമ്മേളനത്തിൽ ഒരു പ്രസംഗം നടത്തി SP-ക്കെതിരെ. അതിന് അടുത്ത ദിവസം അയാള് MR അയ്യകുമാർ കൈക്കൂലി വാങ്ങിച്ചു, കൊടുത്തയാളുടെയും വാങ്ങിയയാളുടെയും പേരുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലക്കാർഡ് എഴുതി വെച്ചിട്ട് SP ഓഫീസിന് മുമ്പിൽ കുറച്ച് സമയം സത്യാഗ്രഹം നടത്തി. പിന്നെ വന്നിട്ട് പത്രസമ്മേളനങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരുന്നു. ഇത് CPM പാർലമെന്ററി പാർട്ടി അംഗമായിട്ടുള്ള ഒരു CPM സ്വതന്ത്ര MLA നടത്തുന്നതിനെ കൈയച്ച് അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പിന്നെ പറയാം. അതിനകത്ത് ചില രഹസ്യങ്ങളുണ്ട്. ഞാൻ അതിന്റെ ചില ഭാഗങ്ങൾ ചില ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിപ്പോഴെല്ലാം മുച്ചൂട് ഈ കടമനിട്ട രാമകൃഷ്ണന്റെ പ്രസിദ്ധമായ ഒരു കവിതയിൽ വരകൾ വർണ്ണങ്ങൾ എന്ന് പറയുന്ന കവിതയിലെ ഒരു വാക്യം ഞാൻ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നു. പഴത്തിലെ ഒരു പഴയ സന്ദർഭമാണ്, നമ്മുടെ ഇതിഹാസങ്ങളിലെ ഒരു സന്ദർഭമാണ്. പഴത്തിലെ പുഴു വളർന്ന് തക്ഷകൻ കടിച്ച് രാജാവ് മരിപ്പതിന് മുമ്പ് എന്നാണ്. അങ്ങനെ ഈ പഴത്തിലെ പുഴു ഇങ്ങനെ വളർന്നിട്ട് തക്ഷകനാവുന്നു, തക്ഷകൻ കടിച്ചിട്ട് രാജാവ് മരിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്ന ഇന്നത്തെ സെക്രട്ടേറിയറ്റിന് ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ശശിക്കെതിരെ അന്വേഷണം ഇല്ല. എന്ത് അന്വേഷണം? എന്നുള്ളതാണ് പുറത്തു പറയുന്ന വിശദീകരണം. അതെ, അൻവർ പറയുന്ന കാര്യം പാർട്ടി സെക്രട്ടറിയും പറയുന്നു. അൻവറിന്റെ പഴയ അൻവറിന്റെ പത്രസമ്മേളനങ്ങളിൽ അൻവർ എത്ര മോശമായിട്ടാണ് P ശശിക്കെതിരെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോ അങ്ങനെയല്ലോ സംസാരിക്കുന്നത്. എന്താ ഉണ്ടായത്? ഇടയിൽ എന്താ ഉണ്ടായത്? ഇത് എവിടെ എത്താൻ പോകുന്നില്ല. കാരണം എന്താ ചോദിച്ചാൽ ഇപ്പോഴും തന്നെ CPM-നകത്ത് ഇത് വെച്ചിട്ട് വലിയ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. CPM എന്ന് പറയുന്നത് ഇപ്പോഴും പേരിനെങ്കിൽ ലെനിനിസ്റ്റ് സംഘടനാക്രമം പാലിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു സംഘടനയാണ്. അതിലെ പാർട്ടിയുടെ സ്വതന്ത്ര MLA-യും പാർട്ടിയുടെ ഈ പറയുന്ന പാർലമെന്ററി പാർട്ടി അംഗമായ ഒരാൾ ആർക്കെതിരെ ഈ പാർലമെന്ററി പാർട്ടിയുടെ തലവൻ ആരാണ്? അൻവറിന്റെ പാർലമെന്ററി പാർട്ടിയുടെ തലവൻ കേരള മുഖ്യമന്ത്രി. അതിനെതിരായിട്ടാണ് ആരോപണം ഉന്നയിക്കുന്നത്. ഇത് എങ്ങനെയെങ്കിലും ഇത്രയും ദിവസം കൊണ്ട് പൊതുസമൂഹം, ടെലിവിഷൻ ചാനലുകൾ, സോഷ്യൽ മീഡിയ, നാട്ടുകാർ മൊത്തം ചർച്ച ചെയ്തിട്ട് പരമാവധി നാറുന്ന ഒരു സ്ഥലത്തെത്തിക്കഴിഞ്ഞു. അവിടുന്ന് എങ്ങനെ അധികം പരിക്കുകളില്ലാതെ
രക്ഷപ്പെടാവുന്ന ശ്രമമാണ് സംസ്ഥാന സെക്രട്ടറിയും ഇപ്പോഴത്തെ പത്രസമ്മേളനത്തിൽ PV അൻവറും ഒന്നിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യവും ഈ PV അൻവർ നിങ്ങൾ എഴുതി വെച്ചോളൂ, P ശശിക്കെതിരെ എഴുതി കൊടുക്കാൻ പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ PV അൻവർ അങ്ങനെ എഴുതി കൊടുത്താൽ ഒരു ചുക്കും സംഭവിക്കില്ല P ശശിക്കെതിരായിട്ട്. കാരണം ഇത് എന്താ ചോദിച്ചാൽ EGN തൊഴുത്ത് എന്നൊക്കെ നമ്മുടെ ആളുകൾ പറയും. അത് വൃത്തിയാക്കാവുന്നത് ഹെർക്കുലീസാണ്. അതാണ് ഹെർക്കുലീസിനെ നിങ്ങൾ തീർച്ചയായിട്ടും PV അൻവറുമാരുമായിട്ട് താരതമ്യം ചെയ്തത്. ഞാൻ നേരത്തെ ഇതിന്റെ ക്രോണോളജി നോക്കിയാൽ എവിടെ തുടങ്ങിയിരിക്കുന്നു, എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ അദ്ദേഹം വളരെ സാമർഥ്യമുള്ള ഒരാളായതുകൊണ്ട് നമ്മുടെ മാധ്യമ ലോകത്തെ മുഴുവൻ ഇങ്ങനെ കുറെ ആരോപണങ്ങൾ കൊണ്ട് അയാളുടെ പിറകെ കെട്ടിയിടുന്നത്. ഇന്ന് പറയുന്നത് നിങ്ങളെല്ലാം എന്നെ സഹായിക്കേണ്ടത്. എന്തിനാ സഹായിക്കേണ്ടത്? ADGP MR അയ്യകുമാറിനെ മാറ്റേണ്ടതില്ല എന്ന് ഇന്ന് ആരാ പറഞ്ഞത് പത്രസമ്മേളനത്തിൽ? പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എപ്പോഴാ പറയുന്നത്? പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം. അതിന്റെ മെസ്സേജ് എന്താ? അജിത് കുമാറിനെ മാറ്റാൻ കഴിയില്ല. അപ്പുറം ഇപ്പുറമൊക്കെ കസേല മാറ്റിയിരുന്നു. CPM-ഉമായിട്ടുള്ള അഗാധമായ ബന്ധത്തിൽ നിന്ന് അതിന്റെ അടുപ്പത്തിൽ നിന്ന് ഈ അജിത് കുമാറിനെ മാറ്റാൻ കഴിയില്ല. ശശിയെ മാറ്റാൻ കഴിയോ? ശരി, ആരെയും മാറ്റാൻ കഴിയില്ല. പക്ഷേ ഈ PV അൻവർ സ്വന്തം നിലയ്ക്ക് നടത്തുന്ന പ്രതികരണങ്ങൾ എന്നുകൂടി താങ്കൾ ഇതിനെ പറയുമ്പോൾ അല്ലല്ല മുന്നോട്ട് പോകുമോ എന്നുള്ളതല്ല, ഇങ്ങനെ പറയാനുള്ള സാഹചര്യം, ഇങ്ങനെ പറയുമ്പോൾ ഒരു ചോദ്യം പോലും ഇല്ലാതെ സാധാരണഗതിയിൽ ഈ തരത്തിൽ പോലീസിനെതിരെ ആയാലും പാർട്ടിയിലെ ചില പ്രധാനപ്പെട്ട ശക്തികൾ, താങ്കൾ ഈ പറയുന്ന P ശശിയെ വിശേഷിപ്പിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ നേതാക്കൾക്കെതിരെ പറയുമ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെയാണോ നിന്നിട്ടുള്ളത്? മുൻപ് മുഖ്യമന്ത്രി എത്ര ശക്തമായി പ്രതികരിച്ചിരുന്നു. അങ്ങനെ വിമർശനം പരസ്യമായി പുറത്തുന്നയിച്ച ആൾക്കാണ് 45 മിനിറ്റ് മുഖ്യമന്ത്രി അനുവദിച്ചതെന്ന് നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ടാണ് അൻവർ ഒറ്റയ്ക്കല്ല എന്ന സംശയം വരുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. PK നവാസ്, യൂത്ത് ലീഗ് നേതാവ്. നവാസ്, ഇപ്പോൾ ഇന്ന് ഉണ്ടായ സംഭവവികാസങ്ങൾ, പോലീസുമായി ബന്ധപ്പെട്ട് PV അൻവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ, അതിൻ്റെ തുടർച്ചയായി ധൈര്യം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീട്ടമ്മ നടത്തിയ പ്രതികരണം, 3 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ബലാത്സംഗ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ആ സ്ത്രീ എങ്ങനെയുള്ള സ്ത്രീയാണ് എന്ന അന്വേഷണത്തിലേക്കൊക്കെയാണ്, അല്ലെങ്കിൽ പ്രതികരണത്തിലേക്കാണ് ആരോപിതനായ പോലീസുകാരൻ വന്നത്. അതെന്തുമാകട്ടെ, ഏതു തരത്തിലുള്ള സ്ത്രീയെങ്കിലും ആകട്ടെ, പക്ഷേ ഒരു പരാതി ലഭിച്ചു കഴിഞ്ഞാൽ ആ പരാതിയിൽ FIR ഇടണമോ വേണ്ടയോ? അതെന്തുകൊണ്ട് ഈ കേസിൽ സംഭവിച്ചില്ല? തീർച്ചയായും. ഇപ്പോൾ ഞാൻ ഇന്ന് വാർത്തകൾ നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ രാവിലത്തെ ബ്രേക്കിംഗ് കഴിഞ്ഞ് പിന്നീട് ഈ പോലീസുകാരൻ്റെ പ്രതികരണം കാണുമ്പോൾ അതിൽ മുഴുവൻ പറയുന്നത് ഈ സ്ത്രീയുടെ ക്രെഡിബിലിറ്റിയെക്കുറിച്ചാണ്, അവരുടെ ധാർമ്മികതയെക്കുറിച്ചാണ് പോലീസുകാരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ആർക്കെതിരെയാണ് ആരോപണം? ബെന്നിക്കെതിരെയാണ്, DYSP ബെന്നിക്കെതിരെയാണ്, അല്ലെങ്കിൽ SP സുജിത് ദാസിനെതിരെയാണ്. ഇത് പറയാനുള്ള ധാർമ്മിക അവകാശം ഇവർക്ക് എന്താണുള്ളത്? സുജിത് ദാസിൻ്റെ വോയിസ് റെക്കോർഡ് കേരളം മുഴുവൻ കേട്ടതല്ലേ, കോൾ റെക്കോർഡ് കേരളം മുഴുവൻ കേട്ടതല്ലേ? അപ്പോൾ ധാർമ്മികതയുടെ അളവുകോൽ വെച്ച് ഈ വിഷയത്തെ അളക്കാൻ വേണ്ടി കഴിയില്ല. പിന്നെ നമുക്കിതിനെ എങ്ങനെ അളക്കാം? അത് വളരെ കൃത്യമായൊരു ചോദ്യമാണ്. അതിനെ അളക്കാൻ നമുക്ക് കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മലപ്പുറം ജില്ലയിലെ പോലീസിനുമായി ബന്ധപ്പെട്ട് നിരന്തരമായി പുറത്തു വരുന്ന വാർത്തകളുണ്ട്. ഈ വാർത്തകൾക്ക് ഒരു തരത്തിലുള്ള സാമ്യതയുണ്ട്. നിങ്ങളത് പരിശോധിച്ച് നോക്ക്. ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ള DYSPയുടെയും SIയുടെയും പേര്, സുജിത് ദാസ് കൈകാര്യം ചെയ്ത മറ്റു കേസുകൾ ഇവിടെ പേരുണ്ടോ? നിങ്ങൾ പരിശോധിക്ക്. താമിർ ജിഫ്രി കേസിൽ ഇതേ ആളുകളുടെ പേരുണ്ട്. പിന്നെ ബോട്ട് അപകട കേസ് അട്ടിമറിക്കുന്നതിൽ ഇതേ ആളുകളുടെ പേരുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾ വളരെ മുമ്പേ തന്നെ നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ചർച്ചയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, മലപ്പുറം ജില്ലയിൽ SP സുജിത് ദാസ് ഇരുന്ന സമയത്ത് ഒരു നെക്സസ് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് ചില DYSPമാരെ വെച്ച്, ചില CIമാരെ വെച്ച് ഒരു ചെയിനാണ്. ആ ചെയിനിലെ ഒരു കക്ഷി, ആ ചെയിനിലെ പ്രത്യേകിച്ച് കടപ്പുറം, താനൂർ, തിരൂർ മേഖലയിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു ഏരിയയെ കൈകാര്യം ചെയ്യുന്നത് ഈ DYSP മുഖാന്തരമാണ്. നോക്കൂ, ഇനി കരിപ്പൂർ എയർപോർട്ടിലുമായി ബന്ധപ്പെട്ട് വിവിധ വിവാദങ്ങൾ പുറത്തു വരുന്നു. നിങ്ങൾ കരിപ്പൂർ എയർപോർട്ടിലെ കരിപ്പൂർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തും. അവിടെ ഉണ്ടായിരുന്ന SI അവിടുത്തെ തന്നെ CI മാറും. ആ CI അവിടെ തന്നെ DYSP ആയി മാറും. നിങ്ങൾ പരിശോധിച്ച് നോക്ക്, നിലവിലെ DYSP അവിടുത്തെ CI ആയിരുന്നു. അവിടുത്തെ പോലീസ് ഓഫീസർമാർ 4-5 വർഷമായി മാറാതെ വരുന്ന പോലീസ് ഓഫീസർമാർ, അവർ പോലീസ് ഓഫീസർമാരായി പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകും. അവർ മാറേണ്ട സമയമാകുമ്പോൾ അതേ പോലീസ് സ്റ്റേഷനിൽ ഇൻ്റലിജൻസ് ഓഫീസർമാരായി അവർ വരും. പിന്നെ അതേ പോലീസ് സ്റ്റേഷനിൽ തന്നെ റൈറ്റർമാരായി അവർ പിന്നെയും നിയമിക്കപ്പെടും. എന്ന് വെച്ചാൽ ഇവിടെ ഈ പറയുന്ന സുജിത് ദാസിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു നെക്സസ് മലപ്പുറം ജില്ലയിൽ കൃത്യമായി വർക്ക് ചെയ്തിരുന്നു. ആ വർക്ക് ചെയ്ത നെക്സസ് ഗ്രൂപ്പ് പല പേരുകളിലായി ഒരു പ്രദേശത്ത് ചുറ്റിപ്പറ്റി നിൽക്കും. പ്രത്യേകിച്ച് സുജിത് ദാസിനെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ട പ്രധാനപ്പെട്ട കേസുകളിൽ നിങ്ങൾ പരിശോധിക്കുക. അവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ, അവിടുത്തെ DYSPമാർ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ മാത്രമാണ്. ഇന്ന് ആരോപണ വിധേയനായ SHO പത്രക്കാരെ കാണുമ്പോൾ പറഞ്ഞ എന്താണ്,
ഞാൻ SP സാറോട് കൂടി ആലോചിച്ച് മുൻ SP സുജിത് സാറോട് കൂടി ആലോചിച്ച് അടുത്ത സ്റ്റെപ്പ് എടുക്കുമെന്നാണ്. സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനോട് കൂടി ആലോചിച്ചിട്ടാണ് സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടി പോകുന്നത്. എന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള ബന്ധം വളരെ വ്യക്തമാണ്. ഇനി മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ആരോപിക്കപ്പെട്ട സ്ത്രീ എന്തു പറഞ്ഞു വന്നതാണല്ലോ, അവരാര് എന്നതല്ല, അവരെന്തു പറഞ്ഞു വന്നതാണ്. അവർ പറഞ്ഞതിനെക്കുറിച്ച് SHO പറഞ്ഞൊരു മറുപടിയിൽ പറഞ്ഞത്, എനിക്കെതിരെ പരാതി പറഞ്ഞിരുന്നു, ആ പരാതി ബെന്നി സാർ അന്വേഷിച്ചിരുന്നു, ബെന്നി സാർ അന്വേഷിച്ചിട്ട് ആ പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തി, അതിനുശേഷം വീണ്ടും ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ശരി അതെ പിന്നീട് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ചു, അതിലും തെളിവില്ലെന്ന് കണ്ടു. ഞാൻ ചോദിക്കട്ടെ, അതിന്റെ FIR എവിടെ? അതിന്റെ FIR എവിടെ? കേരളത്തിൽ 376 ഗുരുതരമായ വകുപ്പ് പ്രകാരം ഇടേണ്ട FIR എവിടെ? അങ്ങനെ ഒരു FIR കേരളത്തിലില്ലല്ലോ. അപ്പോൾ FIR ഇല്ലാതെ ഇവരെന്ത് അന്വേഷണമാണ് നടത്തിയത്? അത് ഗുരുതരമായൊരു ഒഫൻസ് അല്ലേ? ഇനി അതൊക്കെ പോട്ടെ, ഇന്ന് രാവിലെ ഈ വാർത്ത വന്ന് മിനിറ്റുകൾക്കകം DYSPയും അതുപോലെ തന്നെ SHOയും മാധ്യമങ്ങളെ കണ്ടു. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ പോലീസുകാർക്ക് മാധ്യമങ്ങളെ കാണാൻ പ്രോട്ടോകോൾ ഉണ്ടല്ലോ, അനുമതി വേണമല്ലോ. ആരുടെ അനുമതി പ്രകാരം ഇവർ മാധ്യമങ്ങളെ കണ്ടത്? അപ്പോൾ ഒരു സംഘം പോലീസുകാർക്ക് പോലീസിനകത്ത് എന്തും ചെയ്യാം, എന്ത് ദാഷ്ട്യവും കാണിക്കാം, പരാതിക്കാരെ എങ്ങനെയും പെരുമാറാം, അവർക്ക് ഏത് തരത്തിലും ഇടപെടാം. ഇത് ചോദിക്കാനും പറയാനും ഇതിനകത്ത് ആരുമില്ല. ഇപ്പോൾ അൻവറിന്റെ പത്രസമ്മേളനം നിങ്ങൾ ലൈവായി കൊടുത്ത്, മണിക്കൂറുകളോളം ലൈവായി കൊടുത്തത് ഞങ്ങൾ കണ്ടു. ഞാൻ രണ്ട് കാര്യം സൂചിപ്പിച്ചോട്ടെ അതുമായി ബന്ധപ്പെട്ട്. ഒന്ന്, ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അജിത് കുമാർ എന്ന പ്രയോഗം അൻവർ നടത്തിയില്ല. എല്ലാം സുജിത് ദാസിലേക്കാണ് കേന്ദ്രീകരിച്ചത്. എന്ന് വെച്ചാൽ പാർട്ടി സെക്രട്ടറിയുടെ വാണിംഗ് വന്നിട്ടുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് അന്വേഷണത്തിനില്ല എന്ന്. അപ്പോൾ സുജിത് ദാസിലേക്ക് ചുരുങ്ങുകയാണ് അൻവറിന് ചുരുങ്ങേണ്ടി വരികയാണ്. എന്ന് മാത്രം അൻവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ വാട്സാപ്പ് നമ്പർ ഞാൻ പുറത്തുവിടുന്നു, പരാതിക്കാർക്ക് എൻ്റെ വാട്സാപ്പ് ചെയ്യാം. നാണക്കേടല്ലേ യഥാർത്ഥത്തിൽ ഈ ആഭ്യന്തര വകുപ്പിന്, ഇവിടുത്തെ പോലീസിന്? ഈ പറയുന്ന PV അൻവർ MLA യുടെ വാട്സപ്പിലേക്ക് പരാതി അയച്ചിട്ട് നീതി തരേണ്ടി വരുന്ന ജനതയായി ഈ ജില്ലയിലും ഈ സംസ്ഥാനത്തും ആളുകൾ മാറി എന്ന് പറയുന്നത്. സമാന്തര പോലീസായി തീർച്ചയായും PV അൻവറിന്റെ പോലീസിംഗിലേക്ക് അല്ലെങ്കിൽ വാട്സപ്പ് പോലീസിംഗിലേക്ക് വിശ്വാസം അർപ്പിക്കണോ മലയാളി സമൂഹം? എന്തിനാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നാണല്ലോ പറയുന്നത്. അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു MLA, മുന്നണിയിൽപ്പെട്ട MLA വന്നിട്ട് പറയാണ് ഇനി പരാതികളൊക്കെ എൻ്റെ വാട്സപ്പിലേക്ക് അയക്കാം എന്ന് പറയുന്നത്. ഇതിനപ്പുറം കേരളത്തിന്റെ ക്രമസമാധാന മേഖല തകർന്നിരിക്കുന്നു എന്നതിന് മറ്റെന്ത് ഉദാഹരണമാണ് വേണ്ടത്? മാത്രമല്ല അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്, ഇനി ആരെങ്കിലും, ഞാൻ ഈ കേസ് അന്വേഷണത്തിൽ മുന്നോട്ട് പോയാൽ ആരെങ്കിലും പൊളിക്കാൻ നോക്കിയാൽ അവരെ ശരിയാക്കി കളയും എന്ന് അദ്ദേഹം പറഞ്ഞത്. ആരാ കേസ് പൊളിക്കാൻ നോക്കിയത്? അത് ഇദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, അത് ADGP ആണ്. ആ ADGPയെ സംരക്ഷിക്കുന്ന ആരാണ്? ഇന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു. പിന്നീട് ഇദ്ദേഹം തന്നെ പറഞ്ഞത് ആരാണ്? മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് P ശശിയാണ് ഇതൊക്കെ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ പൊളിക്കുന്നത് ആരാ? P ശശിയാണ്. എന്താ പാർട്ടി നിലപാട്? അതെന്ന് പാർട്ടി സെക്രട്ടറി കൃത്യമായി പറഞ്ഞു. കേരളത്തിലെ സാധാരണ ഒരു പൗരന്റെ സംസാരിച്ചിട്ടും P ശശിക്കെതിരെ പരാതി എഴുതി കൊടുത്തിട്ടില്ല PV അൻവർ. അല്ല, എന്തുകൊണ്ട് എഴുതി കൊടുത്തില്ല എന്ന് പാർട്ടി സെക്രട്ടറി ഇന്നത്തെ വാദം കറക്റ്റാണല്ലോ. എഴുതി കൊടുത്താലും അന്വേഷിക്കാൻ പാർട്ടിക്ക് കഴിയില്ല എന്ന് ബോധ്യമുള്ള അൻവർ അത് എഴുതി കൊടുത്തിട്ടില്ല. ഇനി മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, എനിക്ക് വളരെ കൗതുകം തോന്നി. എന്താണ് ഇദ്ദേഹം പറഞ്ഞത്? ഇദ്ദേഹം പറയുന്നത് സാധാരണ പൗരന് ഇത് കേൾക്കുന്നുണ്ട്. ഏതാ പോലീസ് എന്ന് പറയുന്നത്? ഒരു മലയാളിയുടെ സാധാരണക്കാരൻ്റെ വിശ്വാസമാണ് പോലീസിംഗ് എന്ന് പറയുന്നത്. എൻ്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ കഴിയും എന്ന കേരളത്തിലെ ഒരു സ്റ്റേറ്റിനോടുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസവും കൂറുമാണ് കേരള പോലീസ് എന്ന് പറയുന്നത്. അവിടെ ഇദ്ദേഹം പറയാണ്, ഇനി ഞാൻ ഈ പരാതി ഒന്നും എഴുതി കൊടുത്തിട്ടില്ല ഇതിനെതിരെ. കാരണം എന്താണ്? ഇനി അത് കൊടുത്താൽ, മുഖ്യമന്ത്രിക്ക് ഞാൻ പരാതിയായി കൊടുത്താൽ ആ പരാതി PS കൊടുക്കും. PS കൊടുത്താലോ ഒരു കാര്യം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. പറയുന്ന ഒരു MLA ആണ്. ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് അൻവറിന് ഒഴിഞ്ഞു കൊടുത്ത് അൻവറിന്റെ വാട്സപ്പ് പോലീസിംഗ് ഇവിടുത്തെ സംവിധാനം നടത്തുന്ന നല്ലത് എന്നാ ഞങ്ങൾക്ക് പറയും. ഇത്ര ദുരുപയോഗം ചെയ്യപ്പെട്ട ഒരു വകുപ്പ്, ഇത്രയേറെ ആക്ഷേപങ്ങൾ കേട്ടൊരു കാര്യം, ഇതിനെതിരെ പ്രതികരിക്കാൻ പോലും തയ്യാറാവാത്ത ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി, ഇത്ര പരാജയപ്പെട്ട ഒരു ആഭ്യന്തര വകുപ്പ് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. തീർച്ചയായും. KM ബഷീർ, വിവരാവകാശ പ്രവർത്തകൻ. ബഷീർ, കഴിഞ്ഞ ദിവസവും നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തതാണ്. ഈ സുജിത് ദാസുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പരാതികൾ 2 വർഷം മുൻപ് സർക്കാരിന് സമർപ്പിച്ചതാണ് എന്നുള്ള കാര്യം ഞാൻ ബഷീറിലേക്ക് പോയിട്ടേ ഇല്ല. ബഷീറിലേക്ക് ഒന്ന് പോയ ശേഷം വരാം. ബഷീർ, പരാതി നേരത്തെ തന്നെ കൊടുത്തതാണ്, ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ഒരു സ്ത്രീ ഈ സുജിത് ദാസ് അടക്കം 3 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പറയുന്ന കാര്യങ്ങൾ കേട്ടല്ലോ. യഥാർത്ഥത്തിൽ അവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ താങ്കൾ അടക്കം അറിഞ്ഞിട്ടുണ്ടോ? താങ്കൾ വിവരാവകാശ പ്രവർത്തനങ്ങളിലേക്ക് പല കാര്യങ്ങളും അവിടെ പരിശോധിച്ചതാണല്ലോ. ഇന്ന് രാവിലെ സത്യത്തിൽ ഞെട്ടിപ്പോയി. സുജിത് ദാസിൻ്റെ ബലാത്സംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വ്യക്തമായി കേട്ടു. സൈക്കോളജിക്കലി ആ സ്ത്രീ പറഞ്ഞതും ഒരു സാക്ഷിയായ യുവതി നൽകിയ മൊഴിയും ഏതാണ്ട് താരതമ്യം ചെയ്യുമ്പോൾ സത്യത്തിൻ്റെ വാതിലുകൾ തന്നെയാണ് ഇന്ന് നിങ്ങളുടെ ചാനൽ തുറന്നിട്ടത്
അത് ശരിക്കും ശരിയായി നടന്ന സംഭവം എന്ന് തന്നെ ആണ് നമുക്ക് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് പത്രപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ സുജിത് ദാസിനെ മുൻ പോലീസ് ഓഫീസർ അഥവാ മുൻ SP എന്ന് വിശേഷിപ്പിക്കുന്നതിന് പകരം ഒരു പോലീസിൽ നുഴഞ്ഞു കയറിയ ഒരു ഭീകരൻ എന്ന് വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ റൂട്ടുകളും എനിക്ക് ഏതാണ്ട് ഒരു 3 വർഷം മുമ്പ് അദ്ദേഹം മലപ്പുറത്ത് SP ആയി വന്ന അന്ന് മുതൽ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. മലപ്പുറം ജില്ല എല്ലാ വിഭാഗം ജനങ്ങളും സ്നേഹത്തിൻ്റെ പൂച്ചെണ്ടുകൾ വിതറുന്ന, നല്ല പഠിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുള്ള, എല്ലാത്തിനും മുൻപന്തിയിൽ പോകുന്ന മലപ്പുറം ജില്ലയെ ഒരു ഗുണ്ടാ ജില്ലയായി പ്രഖ്യാപിക്കാനുള്ള, ഗുണ്ടാ ജില്ലയായി അവരോധിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും സുജിത് ദാസ് നടത്തി എന്ന് ഞങ്ങൾ പഠിച്ചിരുന്നു. ഓരോ 10 മിനിറ്റിലും 5 വീതം FIR ഇട്ട് കൊണ്ട്, അത് ചെറിയ ചെറിയ പെറ്റി കേസുകൾക്ക് പോലും FIR ഇട്ട് ആളുകളെ, ആയിരക്കണക്കിന് ആളുകളെ ദിവസങ്ങളോളം പ്രതികളാക്കി പല നിരപരാധികളെയും ഗുണ്ടാ ലിസ്റ്റിൽപ്പെടുത്തി അവിടെ ഒരു എന്താ പറയുക, ഭ്രാന്തിളകിയ നായയെപ്പോലെ, മതമിളകിയ ആനയെപ്പോലെ ഒരു ഓട്ടമായിരുന്നു സുജിത് ദാസിൻ്റേത്. ഞങ്ങൾക്ക് നേരിട്ട മറ്റൊരു അനുഭവം, കരിപ്പൂർ വിമാനത്താവളത്തെ തകർക്കാൻ ഈ സുജിത് ദാസ് എന്ന ഭീകര പോലീസുകാരൻ വളരെ ശക്തമായ ഗൂഢാലോചനകൾ ക്രോഡീകരിച്ചു. അത് കയ്യോടെ പിടിച്ച ഒരു വ്യക്തിയാണ് എന്ന നിലയിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ഈ വിഷയങ്ങൾ കരിപ്പൂർ എയർപോർട്ട് റൂട്ടിൽ സ്വർണം പൊട്ടിക്കലും സെറ്റിങ്സും വേറെ അതിൻ്റെ കുറേ ഡാറ്റാസ് ഇന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിലുപരി രാമനാട്ടുകരയിൽ വെച്ച ബൊലാറോ ആക്സിഡൻറ്റിൽ 5 പേർ മരണപ്പെട്ടതോടനുബന്ധിച്ച് കരിപ്പൂർ വിമാനത്താവള റോഡിലെ നൂറുകണക്കിന് വ്യാപാര സ്ഥാപനങ്ങൾ, റെസ്റ്റോറൻറ്റുകൾ, മറ്റു വ്യാപാര സമുച്ചയങ്ങളെല്ലാം അടച്ചുപൂട്ടാൻ ഇദ്ദേഹം ഉത്തരവിട്ടു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഞങ്ങൾ പലപ്പോഴും ആലോചിച്ചു. പ്രിയങ്കരനായ വള്ളിക്കുന്ന് MLA ഹമീദ് മാസ്റ്ററും ഞങ്ങളൊക്കെ അതിനുവേണ്ടി ഒരുപാട് യോഗങ്ങൾ ചേർന്നു, ആലോചിച്ചു. ഹമീദ് മാഷ്, അതുപോലെ കുണ്ടോട്ടി MLA TV ഇബ്രാഹിം എല്ലാം നിരവധി തവണ SP-യുടെ അടുത്ത് പോയി എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അവർക്കെല്ലാം നിയമസഭയിൽ ഈ കാര്യം ഒരു വരി നോട്ടീസായി നൽകി അവിടെ പറയുകയാണെങ്കിൽ സുജിത് ദാസ് അന്തേ കുടുങ്ങായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അവിടുത്തെ ജനപ്രതിനിധികളൊന്നും നിയമസഭക്കകത്ത് കൈകാര്യം ചെയ്തില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായി തന്നെയാണ് ഞാൻ. ശരി, അതാണ് ഇപ്പോൾ അൻവർ ചെയ്തിരിക്കുന്നത്. അത് എവിടെ വരെ എത്തും നമുക്ക് നോക്കാം. ശ്രീ KM ബഷീർ, രാജു P. നായർ, താങ്കൾക്ക് ഇതിൽ പറയാനുള്ളത് പറയാം. പോലീസ് ആക്ട് പറഞ്ഞപ്പോ CPM-ഉം RSS-ഉം തമ്മിലുള്ള വിഷയം പറഞ്ഞു. അതിനകത്ത് ഒരു സെക്കൻഡ്, അതിനകത്ത് അദ്ദേഹം ഉദ്ധരിച്ചത് ഈശ്വർ എന്ന് പറയുന്ന RSS-ന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ നിങ്ങൾ RSS-ന്റെ ഈശ്വർ ഒരു നിഷേധക്കുറിപ്പ് ഇറക്കിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ 2021 ബാലശങ്കർ പറഞ്ഞ CPM-ഉം RSS-ഉമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യം നിങ്ങൾ അംഗീകരിക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറയുകയാണ് IPS-കാരനായ ADGP ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഏത് രാഷ്ട്രീയ നേതാവിനെ പോയി വ്യക്തിപരമായി കാണുന്നവരും ഞങ്ങൾക്ക് എന്താ പ്രശ്നം? അങ്ങനെ കാണാൻ പറ്റില്ല ബൽദേവ്. IPS ഓഫീസർമാർക്കും ഉദ്യോഗസ്ഥർക്കും പ്രോട്ടോകോളുകളുണ്ട്, അവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. അത്തരത്തിൽ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്ക് സ്ഥാനം കൊടുക്കരുതെന്ന് പറയുന്ന ഹൊസാബ്ലയെ വ്യക്തിപരമായി കാർ മറ്റൊരിടത്ത് പാർക്ക് ചെയ്ത് വ്യക്തിപരമായി പോയി കണ്ട ആള് നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ, വ്യക്തിപരമായി കണ്ടത് ശരിയാണെങ്കിൽ പിന്നെ പിണറായി വിജയൻ അവിടെ ഇരിക്കാൻ അർഹതയുണ്ടോ? കേരളത്തിലെ ADGP RSS-ഉമായി വ്യക്തിപരമായ ബന്ധം പുലർത്തുന്ന ഒരാളെ ADGP ആക്കി വെച്ച പിണറായി വിജയൻ RSS-ന് വിട്ടുവേല ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയും നിങ്ങൾക്ക്? നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ അദ്ദേഹത്തെ കൊടുക്കുകയാണ്, നിങ്ങൾ മുഴുവനായിട്ട് കൊടുക്കുകയാണ്. അയാൾക്ക് വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിൽ പോയി കാണാൻ പറ്റില്ല, അങ്ങനെ കാണാൻ പറ്റില്ല. അദ്ദേഹത്തിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ, ഔദ്യോഗികമായ കാര്യങ്ങൾക്ക് മാത്രമേ കാണാൻ കഴിയൂ. ഹൊസാബിലെ Z+ സെക്യൂരിറ്റി അംഗവുമല്ല, അതിനകത്ത് കവർ ചെയ്തതല്ല. ഇനി Z+ ഉണ്ടെങ്കിൽ പോലും ഒരു ADGP-ക്ക് Z+ പ്രൊട്ടക്ട് ചെയ്യാൻ കാണേണ്ട കാര്യമില്ല. അവിടുത്തെ SP ആണ് കാണേണ്ടത്. ഞാൻ ASL മീറ്റിംഗുകൾ ഇരുന്നിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ ഈ പറയുന്നത് മുഴുവൻ RSS-ഉമായിട്ടുള്ള നടത്തിയിട്ടുള്ള ചങ്ങാത്തത്തിന്റെയാണ്. P ജയരാജൻ വരെ എത്തി നിൽക്കുന്ന CPM-ഉം RSS-ഉമായിട്ടുള്ള ചങ്ങാത്തത്തിന്റെ പാലം ADGP അജിത് കുമാർ ആയിരുന്നു. അതാണ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഈ ADGP-യെ സംരക്ഷിക്കുകയാണോ എന്നുള്ളതാണല്ലോ ചോദ്യം. നവാസ്, ഒന്നുകൂടി, ഇതിപ്പോൾ PV അൻവർ ഒരു വിപ്ലവം തുടങ്ങുന്നു എന്ന് പറയുന്നു. ആ വിപ്ലവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വാട്സപ്പിന്റെ ഒരു പുതിയ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നു. പോലീസുമായി ബന്ധപ്പെട്ട പരാതികൾ മാത്രം, മറ്റു കാര്യങ്ങളൊന്നും അയച്ച് ബുദ്ധിമുട്ടിക്കരുതെന്ന് പറയുന്നു. അപ്പോൾ പരാതികൾ നൽകാനുള്ള സംവിധാനമായി സമാന്തര പോലീസായി നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം മാറുകയാണ്. അപ്പോൾ ഇത് സർക്കാരിന് നാണക്കേടാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
പക്ഷേ സർക്കാർ ഇതുവരെയേ പോകുകയുള്ളൂ. ഒരു മാസത്തിനകം ADGPയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന പരാതികളിൽ, സുജിത് ദാസുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന വിവാദങ്ങളിൽ ഒരു റിപ്പോർട്ട് DGP നൽകും. ആ ഒരു മാസം കാത്തു നിൽക്കുക. പ്രതിപക്ഷം ഒരു മാസം കാത്തു നിൽക്കുമോ? അല്ല, തീർച്ചയായും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു സമാന്തര പോലീസിംഗ് അൻവർ ആരംഭിക്കുന്നു, ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നു, വാട്സപ്പ് നമ്പറിൽ പരാതി വാങ്ങുന്നു. ഇത് നിയമപരമായി അദ്ദേഹത്തിന് ചെയ്യാൻ അനുവാദമുണ്ടോ? കേരള പോലീസിന് കൈമാറേണ്ട പരാതി അദ്ദേഹമാണോ സ്വീകരിക്കേണ്ടത്? അപ്പോൾ ഈ പോലീസിന് കൊടുക്കേണ്ട പരാതി അദ്ദേഹം എങ്ങനെ സ്വീകരിക്കുക? അതിലെന്ത് നടപടി അദ്ദേഹത്തിന് ചെയ്യാൻ വേണ്ടി കഴിയുക? അദ്ദേഹത്തിന്റെ കയറുവിറ്റ കേസ്, കട്ടുകൊണ്ടുപോയ കള്ളനെ പിടിക്കാൻ കഴിയാത്ത, പോലീസ് കള്ളക്കേസിൽ കുടുക്കിയതും പോലീസ് കൊലപാതകം നടത്തിച്ചതുമായ കേസുകൾ, ഈ കേസുകൾ ആർക്കാണ് ഈ പരാതി കൊടുക്കേണ്ടത്? ഇവിടെ SIക്കാണെങ്കിൽ അതിന് മുകളിൽ CI ഉണ്ട്, CIന്റെ മുകളിൽ DYSP ഉണ്ട്, DYSP മുമ്പിൽ SP ഉണ്ട്, SP മുകളിൽ ADGP ഉണ്ട്, ADGP മുമ്പിൽ ഇവിടെ DGP ഉണ്ട്. അപ്പൊ ഈ സംവിധാനത്തെ മൊത്തം വിശ്വാസമില്ല എന്ന് അൻവർ തന്നെ പരസ്യമായി പറയുന്നത്. മറ്റൊരു കാര്യം തീർച്ചയായും ഞങ്ങൾ പറഞ്ഞ ഈ സംവിധാനത്തെ പിരിച്ചുവിടണം. ഈ പറഞ്ഞ ആളുകളെ മാറ്റി നിർത്തി അന്വേഷണം നടത്തണം. ഇന്ന് മലയാളി കേട്ട വാർത്ത എന്താണ്? രാവിലെ റിപ്പോർട്ടർ ചാനൽ ബ്രേക്ക് ചെയ്ത വാർത്ത എന്താണ്? ഏറ്റവും ഗുരുതരമായി കേരളത്തിന്റെ പോലീസിന് മുഴുവൻ നാണക്കേടുണ്ടാക്കുന്ന, പോലീസ് യൂണിഫോം പോലും ധരിക്കാൻ അർഹതയില്ലാത്ത ഒരു സംഘം ആളുകൾ ഇതിനകത്ത് നിൽക്കുന്നു എന്ന വാർത്തയല്ലേ നമ്മൾ കേട്ടത്? ആ വാർത്ത കേട്ട് ഞെട്ടിത്തരിച്ചല്ലേ മലയാളി ഇന്നത്തെ പകൽ റിപ്പോർട്ടർ ചാനലിലൂടെ മലയാളി കണ്ടിട്ടുള്ളത്. ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ. ഞാൻ ശക്തമായി വിശ്വസിക്കുന്നത് ഈ PV അൻവർ MLA കയ്യിൽ നിന്ന് ഈ കാര്യം കൈവിട്ടു പോവുകയാണ്. പാർട്ടി അദ്ദേഹത്തിന്റെ വാദങ്ങളെ അംഗീകരിക്കാൻ ഭാഗികമായി തയ്യാറല്ല എന്ന് പുറത്തു വന്നു കഴിഞ്ഞു. ഇനി അദ്ദേഹം DGPക്ക് മൊഴി കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം കാത്തിരിക്കുന്നത് ഈ അദ്ദേഹത്തിന്റെ മൊഴിയിലൂടെ കേരളത്തിൽ പുതിയൊരു ചർച്ച വരുമ്പോൾ അതിൽ UDFനെ പ്രതിരോധത്തിലാക്കാൻ കഴിയും വിധം UDFന്റെ ഏതെങ്കിലും നേതാക്കന്മാരെ ഈ കേസിലേക്ക് കൃത്രിമമായി കൊണ്ടുവരാൻ ഇദ്ദേഹം ശ്രമിക്കുകയും അതുവഴി UDFനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് അൻവറിന്റെ യുദ്ധത്തിൽ UDF പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നു എന്ന് പറയുന്ന, അതാ ഞാൻ പറയുന്നത്. അങ്ങനത്തെ ഒരു തീർച്ചയായും CBI അന്വേഷിച്ച ഒരു കേസിന്റെ മുകളിൽ എനിക്കിനി വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് ഈ മഹാൻ പറയാൻ. ഈ മഹാന്റെ ഇന്നലകളെ കുറിച്ച് നമുക്കറിയാലോ, ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടുകളെ കുറിച്ച് മാധ്യമങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. പ്രത്യേകിച്ച് മലപ്പുറത്തെ മുഴുവൻ മാധ്യമങ്ങൾക്കും അതറിയാം. അതുകൊണ്ട് ഒരു കള്ളക്കഥയുണ്ടാക്കാൻ ഇദ്ദേഹം മോശക്കാരനൊന്നുമല്ല. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതകൾ, ഭാഗികമായി വസ്തുതകൾ ഉണ്ട് എന്ന് ഞങ്ങളൊക്കെ പറയുന്നു. ഞങ്ങൾ പറഞ്ഞു വെച്ചതാണ്. പക്ഷേ ക്ലൈമാക്സ് എന്ന് പറയുന്നത് കഴിയാത്തൊരവസ്ഥയുണ്ടോ പ്രതിപക്ഷത്തിന്? അദ്ദേഹം തൊടുത്തുവിട്ട ആരോപണങ്ങളുടെ പേരിൽ നിങ്ങൾ തെരുവുകളിൽ സമരം നടത്തുന്നു, അതിനുശേഷം അദ്ദേഹത്തിന്റെ പഴയകാല കേസുകളുടെ കാര്യം പറയുന്നു. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ഞാൻ പറയാം സ്മൃതി, ഞാൻ പറയാം. 2023 ജൂലൈ മാസം 17-ാം തീയതി മലപ്പുറത്ത് ഈ തൊട്ടപ്പുറത്തെ പ്രസ് ക്ലബ്ബിൽ വെച്ച് ഇദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം യൂത്ത് ലീഗ് സമരം നടത്തിയിട്ടുണ്ട്, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പ്രതികരിച്ചിട്ടുണ്ട്. അന്ന് ഇദ്ദേഹം ഉൾപ്പെടെയുള്ള MLA മാർ, ഭരണപക്ഷ MLA മാർ എന്താ പറഞ്ഞത്? അത് പ്രതിപക്ഷം ആസൂത്രിതമായി ഭരണപക്ഷത്തിനെതിരെ ആരോപണങ്ങൾ ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞതാണ്. അവനവന്റെ പറമ്പിലെ റോപ്പ് കാണാതായപ്പോൾ, അതിന് പരാതി കൊടുത്തിട്ട് മറുപടി കിട്ടാതായപ്പോൾ അതിൽ കലിപ്പ് കയറി SPക്കെതിരെ സമ്മേളനത്തിനകത്ത് SPയെ വിമർശിച്ച് പിന്നീട് ലഭിച്ച പരാതികൾ വെച്ച് ഇപ്പോൾ സർക്കാരിനെതിരെ വലിയ ഗിമ്മിക്സ് കാണിക്കുന്ന അൻവറിനോട് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ ഉന്നയിച്ച മുഴുവൻ കാര്യവും സ്മൃതി ആധികാരികമായി ഞാൻ പറയുന്നു, നിങ്ങളുടെ ലൈബ്രറി പരിശോധിച്ചോ, ഒരാരോപണം പോലുമില്ലാതെ മുഴുവൻ ആരോപണങ്ങളും ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി UDF സംവിധാനം മലപ്പുറം ജില്ലയിൽ ആരോപിച്ചതാണ്. അന്ന് UDF പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ അൻവർ ഉൾപ്പെടെ അതിനെ തള്ളിക്കളഞ്ഞു. അന്വേഷിക്കാൻ ഈ പറഞ്ഞ സംവിധാനങ്ങൾ അൻവർ വിചാരിച്ചിട്ട് പോലും ADGPയെ മാറ്റാൻ കഴിയുന്നില്ല, ADGPക്കെതിരെ പരാതി അന്വേഷിക്കാൻ കഴിയുന്നില്ല. പിന്നെ UDF പറഞ്ഞാൽ അത് എത്രത്തോളം ഈ പറയുന്ന ഗവൺമെന്റ് മുഖവിലക്കെടുക്കുന്നത് നമ്മൾ ബോധ്യപ്പെട്ട കാര്യമല്ലേ. അതുകൊണ്ട് ഞങ്ങൾ അൻവറിന്റെ പിറകിൽ പോവുകയല്ല. ഞങ്ങൾ നിരന്തരമായി ഈ ജനകീയ സമരങ്ങൾ ഉയർത്തിയ, ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ അവഗണിച്ചും ചവിട്ടിമെതിച്ചും ഞങ്ങളെ തല്ലിപ്പരിക്കേൽപ്പിച്ചും ഇല്ലാതാക്കി. നോക്കൂ നിങ്ങൾ, ഈ സുജിത് ദാസ് SP ഇവിടെ വന്ന സമയത്ത് MSFന്റെ പ്രസിഡന്റ് എന്ന രീതിയിൽ ഞങ്ങൾ മലപ്പുറത്ത് വിദ്യാഭ്യാസ സമരം നടത്തി. 2023 മലബാർ സമരം, മലബാറിലെ +1 സീറ്റുമായി ബന്ധപ്പെട്ട സമരം അതിക്രൂരമായി ഞങ്ങളുടെ പ്രവർത്തകരെ മർദ്ദിച്ചു, വളഞ്ഞിട്ട് മർദ്ദിച്ചു. അതിൽ നോർമലി സാധാരണ ഒരു കേസിന്റെ പേരിൽ SP സുജിത് ദാസ് ഉൾപ്പെടെ ഞങ്ങളുടെ ഒരു പ്രവർത്തകന്റെ വീട് കയറി ഇറങ്ങി. അന്നാണ് ഞങ്ങൾ ആദ്യമായി അന്വേഷിക്കുന്നത് എന്താണ് ഇദ്ദേഹത്തിന്റെ താല്പര്യം, ഇദ്ദേഹത്തിന് സംഘപരിവാർ ബന്ധമുണ്ട്, ഇദ്ദേഹത്തിന്റെ ഇന്നലകൾ സംഘപരിവാർ അൻവർ പറയുന്നുണ്ട്. ഏതായാലും മൊഴി കൊടുക്കാൻ, DGPക്ക് മൊഴി കൊടുക്കാൻ വേണ്ടി, ഈ പ്രത്യേകാന്വേഷണ സംഘത്തിന് മൊഴി കൊടുക്കാൻ വേണ്ടി തെളിവുകൾ ശേഖരിക്കുന്ന തയ്യാറെടുപ്പിലാണ് PV അൻവർ എന്നാണെന്ന് വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു. നമുക്ക് നോക്കാം, വരും ദിവസങ്ങളിലും ഈ ചർച്ച തുടരുമല്ലോ. വളരെ നന്ദി രാജു P. നായർ, അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, KC ഉമേഷ് ബാബു, KM ബഷീർ, PK നവാസ് ചർച്ചയിൽ പങ്കെടുത്തതിന്.